അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. നമ്മൾ ഇന്നു മുതൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സംസാരിച്ച് തുടങ്ങുകയാണ്. യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ഖുർആൻ അവതീർണമാകുന്ന കാലത്ത് ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന വിഭാഗമായിരുന്നു സ്ത്രീകൾ. അവർക്ക് സ്വതന്ത്രമായി സ്വത്തവകാശമുണ്ടായിരുന്നില്ല. അസ്തിത്വം പോലും ചോദ്യം ചെയ്യപ്പെടുന്ന സന്ദർഭമായിരുന്നു. അതിനൊക്കെ മേലെ അവരുടെ വിവാഹത്തിൽ അവർക്ക് സ്വന്തമായി തീരുമാനിക്കാനുള്ള ഒരവകാശമോ സാവകാശമോ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, ഭർത്താവ് മരണപ്പെട്ട സ്ത്രീ വളരെ പതിതയായി അവമതിക്കപ്പെട്ടവളായി കുടുംബങ്ങളിൽ കണ്ടിരുന്ന ഒരവസ്ഥ. യത്തീമുകളായ കുട്ടികളുടെ കൂടെ അവർ പെൺമക്കൾ കൂടെയാണെങ്കിൽ അവരനുഭവിച്ചിരുന്ന മറ്റ് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഇങ്ങനെ തുടങ്ങി ഒരുപാട് കഷ്ടതകളും അവശതകളും ബുദ്ധിമുട്ടുകളും പേറിയിരുന്നൊരു സമൂഹത്തിലേക്ക് ഖുർആൻ വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിനെ പറഞ്ഞു കൊടുക്കുന്നു. അതനുസരിച്ച് ആ സമൂഹം മാറുന്നു. ആ സമൂഹം മാറുന്നു എന്നതിൻ്റെ അർത്ഥം ആ സമൂഹത്തിലെ പുരുഷന്മാരല്ല, ആ സമൂഹത്തിലെ പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും അടിമകളും അടക്കം എല്ലാവരും മാറുന്നു. ആ മാറ്റം അനുസരിച്ച് ഇസ്ലാമിക നിയമപ്രകാരം പുരുഷനും സ്ത്രീയും തമ്മിലുള്ള വിഷയങ്ങൾ, സ്ത്രീക്ക് മാത്രമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളിലും അല്ലാഹു തആല തുല്യമായ പ്രാധാന്യമാണ് രണ്ട് വിഭാഗത്തിനും കൽപ്പിച്ചിട്ടുള്ളത്. അതായത് ഇസ്ലാമിൽ പുണ്യകരമായി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ ആ കാര്യങ്ങളെല്ലാം 99% സ്ത്രീക്കും പുണ്യമുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ നോക്കൂ, സൽസ്വഭാവം, അതിൽ സ്ത്രീകളും പുരുഷന്മാരും വ്യത്യാസമില്ല. സ്വദഖ, അതിലും സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ വ്യത്യാസമില്ല. പുറമെ ആരാധനകൾ, സുന്നത്തായ ആരാധനകൾ, ഫർളായ ആരാധനകൾ, അവയിലും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വ്യത്യാസമില്ല. ഇതിനൊന്നും വ്യത്യാസമില്ല എന്നതിൻ്റെ അർത്ഥം ആര് ചെയ്താലും അവർക്കൊക്കെ അള്ളാഹുവിൻ്റെ പ്രതിഫലം ഒരുപോലെ ലഭിക്കുന്നു എന്നാണ്. നമ്മൾക്കറിയാം, ഇസ്ലാമികമായ എല്ലാ ഇടപാടുകളും, സാമ്പത്തികമായ ഇടപാടുകൾ, കച്ചവടങ്ങൾ, അതുപോലെ തൊഴിലിടങ്ങൾ, ഇവയിലൊക്കെ സ്ത്രീക്കും പുരുഷനുമൊക്കെ ജോലി ചെയ്യാവുന്നതും സമ്പാദിക്കാവുന്നതുമാണ് എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. അതിന് കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സ്ത്രീകൾക്ക് ഇതിലേതെങ്കിലും വിലക്കിയതായി സ്വഹീഹായ ഹദീസുകളിലൂടെ വരാത്തതാണ് അതിന് കാരണം. അതിൻ്റെ അർത്ഥം എല്ലാ മേഖലകളിലും സ്ത്രീകൾക്കാവാം. എന്നാൽ സ്ത്രീകൾ സൂക്ഷിക്കേണ്ട ചില വിഷയങ്ങൾ പ്രത്യേകമായി ഖുർആൻ പറയുകയും ചെയ്തിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആൻ പറയുന്ന സൂറത്തുൻ നഹ്ലിലെ ഈ ആയത്ത് നമ്മൾക്കൊക്കെ സുപരിചിതമായിരിക്കും. മൻ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസ വഹുവ മുഅ്മിനുൻ. ഏതൊരാളായാലും, അതായത് ആണാവട്ടെ പെണ്ണാവട്ടെ, അവർ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നു. എന്നിട്ട് ഫലനുഹിയന്നഹു, അങ്ങനെ സ്ത്രീ പുരുഷന്മാരായ രണ്ട് വിഭാഗത്തെയും നാം അവരെ എന്തു ചെയ്യും? നാം അവർക്ക് ജീവിതം നൽകും. ഹയാത്തൻ ത്വയ്യിബ, നല്ല ഒരു ജീവിതം നൽകും. വല നജ്സിയന്നഹും, നാം അവർക്ക് പ്രതിഫലമായി നൽകുക തന്നെ ചെയ്യും. അജ്റഹും, അവരുടെ പ്രതിഫലം, ബി അഹ്സനി മാ കാനൂ യഅമലൂൻ, അവരുടെ പ്രവർത്തനങ്ങൾക്ക് അനുസൃതമായി ഏറ്റവും നല്ല ഉചിതമായ പ്രതിഫലം നാം അവർക്ക് നൽകുകയും ചെയ്യും. ഇവിടെ കാര്യം വളരെ വ്യക്തമായി. അതായത് പുരുഷനായാലും സ്ത്രീയായാലും അവർ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്കെല്ലാം വമ്പിച്ച പ്രതിഫലം അല്ലാഹു തആല വാഗ്ദാനം ചെയ്യുന്നു. നിങ്ങൾക്ക് സൂറത്തുൽ അഹ്സാബിലെ ആയത്തറിയാമല്ലോ, ഇന്നൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്തി എന്ന് തുടങ്ങിയിട്ട് എല്ലാ സത്യവിശ്വാസികളും സത്യവിശ്വാസിനികളും, നോമ്പെടുക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും, സദഖ ചെയ്യുന്ന പുരുഷന്മാരും സ്ത്രീകളും, ഇങ്ങനെ തുടങ്ങി എല്ലാ നന്മകളുടെയും കാര്യങ്ങൾ പ്രത്യേകം സ്ത്രീകളും പുരുഷന്മാരും, വിശ്വാസിനികളായ സ്ത്രീകളും വിശ്വാസികളായ പുരുഷന്മാരും എന്നൊക്കെ പറഞ്ഞതിന് ശേഷവും ഇതുപോലെ അവർക്ക് അവരുടെ പ്രതിഫലം അല്ലാഹു തആല നൽകുന്നതാണ് എന്ന് ഖുർആൻ പറയുന്നു. ഒന്നുകൂടി കേട്ടോളൂ. ഫസ്തജാബ ലഹും റബ്ബുഹും അന്നീ ലാ ഉദിഉ അമല ആമിലിൻ മിൻകും മിൻ ദക്കരിൻ ഔ ഉൻസ. അള്ളാഹു അവർക്ക് ഉത്തരം നൽകുകയാണ്. എന്താണ് ഉത്തരം?
നിങ്ങൾ ആണായാലും പെണ്ണായാലും, നിങ്ങൾ സ്ത്രീകളായാലും പുരുഷന്മാരായാലും നിങ്ങൾ ചെയ്യുന്ന ഒരു അമലിൻ്റെയും പ്രതിഫലം അല്ലാഹു തആല പാഴാക്കുകയില്ല, നഷ്ടപ്പെടുത്തി കളയുകയില്ല എന്നും ഖുർആൻ പറയുന്നു. അപ്പോൾ ഇവിടെ അല്ലാഹു തആല സ്ത്രീയോട് മാത്രം പറഞ്ഞത് കുറച്ച് ചില കാര്യങ്ങളേ ഉള്ളൂ. ബാക്കി കാര്യങ്ങളെല്ലാം, എല്ലാ നന്മകളും എല്ലാ പുണ്യകർമ്മങ്ങളും അള്ളാഹുവിൻ്റെ ഖുർആനിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിലൂടെ നമ്മൾക്ക് പഠിപ്പിച്ചു തരികയും അത് എല്ലാ സ്ത്രീകളും അത് മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ട്. ഹഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്തുൻ എന്നും സബഉൻ എന്നും തിസ്ഉൻ എന്നൊക്കെ ഹദീസുകൾ വന്നിട്ടുണ്ട്. പുരുഷന്മാരും സ്ത്രീകളും ഉൾപ്പെടുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം എന്ന് പറഞ്ഞാൽ മുസ്ലിമിൻ്റെ ബാധ്യതകളിൽ പെട്ടതാണ് എന്ന് പറഞ്ഞിട്ട് ആദ്യം തന്നെ പറയുന്നത് ഇദാ ലഖീതഹു ഫസല്ലിം, കണ്ടാൽ പരസ്പരം സലാം പറയുക എന്നതാണ്. ഇവിടെ സ്ത്രീ സലാം പറയാൻ പാടില്ല, പുരുഷന്മാർ സലാം പറയാൻ പാടില്ല എന്ന ഒരു വിലക്കല്ല. കാണുന്ന മുസ്ലിം സഹോദരന്മാരും സഹോദരിമാരും ഒക്കെ പരസ്പരം സലാം പറയണം. അത് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും സഹാബ വനിതകളും പരസ്പരം സലാം പറഞ്ഞതൊക്കെ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഇനി പള്ളിയിൽ പോകുന്ന കാര്യം നമുക്കറിയാം. പള്ളിയിൽ പുരുഷന്മാർക്ക് പോകൽ നിർബന്ധമാണ്, ജുമുഅ പുരുഷന് നിർബന്ധമാണ്. എന്നാൽ സ്ത്രീകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയനുസരിച്ച് പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. ഹറമിലെ കൂലി 1,00,000 കൂലി, ആ 1,00,000 കൂലി എന്നുള്ളത് പുരുഷനിൽ മാത്രം നിക്ഷിപ്തമായ കാര്യമല്ല, അത് സ്ത്രീകൾക്കും പുരുഷനും ഒരുപോലെ കൂലി കിട്ടുന്ന കാര്യമാണ്. 3 ഹറമുകളിൽ പോയാലും അതിൽ സ്ത്രീ ആയാലും പുരുഷനായാലും ഒരുപോലെ പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. ഇനി പള്ളിയിലേക്ക് പോകുന്ന ഒരു സ്ത്രീ, ആ സ്ത്രീ വീട്ടിൽ നിന്ന് ഒളുവെടുത്ത് അവൾ നമസ്കാരം മാത്രം ഉദ്ദേശിച്ച് പോകുന്ന ഓരോ കാൽവെപ്പിനും ഒരു പുണ്യകർമ്മവും ഒരു പാപമോചനവും ഉണ്ടാകും എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിൽ നിന്ന് ഇതിൽ സ്ത്രീകൾ ഒഴിവാകുന്നു എന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞതായി നമ്മൾക്കറിയുകയില്ല. കാരണം പ്രവാചക തിരുമേനിയുടെ കാലത്ത് പ്രവാചകൻ്റെ പത്നിമാരും പ്രവാചകൻ്റെ സ്വഹാബിമാരുടെ ഭാര്യമാരും മക്കളും എല്ലാവരും പള്ളിയിൽ പോയത് കൃത്യമായി 100 കണക്കിന് ഹദീസുകളിലൂടെ വന്ന കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ട വിഷയം പിന്നീട് നമുക്ക് സംസാരിക്കാനുണ്ട്. പറഞ്ഞു വന്നത്, ഈ പള്ളിയിൽ പോയി നമസ്കാരം ജമാഅത്തിൻ്റെ കൂടെ നമസ്കാരം കഴിഞ്ഞ് തിരിച്ചു വരുന്നത് വരെ മലക്കുകൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എന്താണ്? അല്ലാഹുമ്മ ഗഫിർ ലഹു വർഹംഹു, അള്ളാഹുവേ അവർക്ക് നീ പുറത്തു കൊടുക്കണമേ, അല്ലെങ്കിൽ അള്ളാഹു നിനക്ക് പുറത്തു തരണേ എന്ന് ഈ പള്ളിയിൽ പോയ ആളുകൾക്കൊക്കെ വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിൽ സ്ത്രീകൾ ഇതിൽ നിന്ന് ഒഴിവാണ് എന്ന് എവിടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. പിന്നെയും ഇനി ഏത് കാര്യം, അയൽപ്പക്ക ബന്ധത്തിൽ പുരുഷന്മാരാണോ സ്ത്രീകളാണോ വ്യത്യാസമില്ലല്ലോ, ഒരുപോലെ നല്ല അയൽവാസിയാരോ അവർക്കതിൻ്റെ കൂലി കിട്ടും. ഇടപാടുകൾ നടത്തുന്നിടത്ത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കൂലി വ്യത്യാസമുണ്ടോ? ഇല്ല. നമസ്കാരത്തിലെയും നോമ്പിലെയും അതുപോലെ ഒരുപാട് പുണ്യകർമ്മങ്ങളുണ്ടല്ലോ. ജീവിതം മുഴുവൻ പുണ്യകർമ്മങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ്. അതിൽ ഏതെങ്കിലും ഒരു കർമ്മത്തിന് സ്ത്രീകൾക്ക് കൂലി ഇല്ല എന്നോ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് അതിനനുസരിച്ച് കൂലി കുറവായിരിക്കുമെന്നോ പറയുന്നതിന് പകരം അനുഷ്ഠാനങ്ങളുടെ തഖ്വയുടെയും ഭക്തിയുടെയും തോതനുസരിച്ച് ആണിനും പെണ്ണിനും കൂലി വ്യത്യാസം വരും എന്നല്ലാതെ സ്ത്രീകൾക്ക് മാത്രമായി പ്രതിഫലമില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് നിങ്ങൾ പഠിച്ചു നോക്കൂ. അപ്പോൾ നമ്മൾക്കറിയാം അല്ലാഹു തആല എല്ലാ നല്ല കാര്യങ്ങളിലും സ്ത്രീകളെയും പുരുഷന്മാരെയും വ്യത്യസ്തമായിട്ടല്ല ഒരുപോലെയാണ് കാണുന്നത്. പിന്നെ വ്യത്യാസമുള്ള ചില കാര്യങ്ങളുണ്ട്, അതിനെക്കുറിച്ച് ചിലത് സംസാരിക്കേണ്ടതുണ്ട്. ഒന്ന് വേഷം. നമുക്കറിയാലോ, മുഖവും മുൻകൈയും ഒഴിച്ച് എല്ലാ ഭാഗവും സ്ത്രീകൾ മറക്കൽ സുന്നത്തല്ല, ഫർളാണ്, നിർബന്ധമാണ്. അത് ചെയ്യാത്ത സ്ത്രീകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചത് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. മാത്രമല്ല വിശുദ്ധ ഖുർആൻ പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട്, വഖർന ഫീ ബുയൂത്തികുന്ന വലാ തബർറജ്ന തബർറജൽ ജാഹിലിയത്തിൽ ഊല. നിങ്ങൾ വീടിനകത്ത് അടക്കത്തോടെ ഒതുക്കത്തോടെ ജീവിക്കണം. എന്നിട്ട് വിശുദ്ധ ഖുർആൻ പറയുന്നത്, അഥവാ നിങ്ങൾ പുറത്തേക്ക് പോകുന്നുവെങ്കിൽ പുറത്തേക്ക് പോകുന്ന നിങ്ങൾ പാലിക്കേണ്ടത് എന്താണ്? വലാ തബർറജ്ന തബർറജൽ ജാഹിലിയത്തൽ ഊല. ജാഹിലിയ കാലത്തെ സ്ത്രീകൾ അഴിഞ്ഞാട്ടം നടത്തിയതുപോലെ
നിങ്ങൾ പൊതു സമൂഹത്തിനിടങ്ങളിൽ അഴിഞ്ഞാട്ടം നടത്താൻ പാടില്ല. അവിടെ പാലിക്കേണ്ട നിയമം പുരുഷനുമുണ്ട് സ്ത്രീക്കുമുണ്ട്. പക്ഷെ സ്ത്രീ അവളുടെ മുഖവും മുൻകൈയും ഒഴിച്ച് ബാക്കിയെല്ലാം മറക്കണം. മാത്രമല്ല വയഹ്ലഅന ബിൽ ഖൗലി, പുരുഷന്മാരുമായി സംസാരിക്കുന്നിടത്ത് അവൾ നല്ല വിനയത്തോടുകൂടി സംസാരിക്കണം എന്നതോടൊപ്പം തന്നെ അവൾ ഏതെങ്കിലും തരത്തിലുള്ള പുരുഷന്മാരെ ആകർഷിക്കുന്ന രൂപത്തിലുള്ള സ്വരമോ അവളുടെ കൈകാലുകളുടെ ചലനമോ കണ്ണുകൊണ്ടുള്ള നോട്ടമോ ഇതൊന്നും അവൾക്ക് പാടില്ലാത്തതാണ്. എന്നാൽ ഒരു കാര്യം ശ്രദ്ധിച്ചു നോക്കൂ, ഈ കാര്യം പുരുഷനും പാടില്ലാത്തതല്ലേ? അയാൾക്ക് സ്ത്രീയെ വൈകാരികമായി നോക്കാൻ പാടില്ലല്ലോ, അയാൾക്ക് അശ്ലീലം കലർന്ന ഭാഷയിൽ സംസാരിക്കാൻ പാടില്ലല്ലോ, അയാൾക്ക് ദ്വയാർത്ഥമുള്ള പദങ്ങൾ ഉപയോഗിച്ച് സ്ത്രീകളെ വശീകരിക്കും വിധം സംസാരിക്കാനോ പെരുമാറാനോ പാടില്ലല്ലോ. അപ്പോൾ അത് സ്ത്രീക്ക് മാത്രമുള്ളതല്ല. സ്ത്രീക്ക് പക്ഷേ പ്രത്യേകമായി അവളുടെ സംസാരത്തിൽ കരുതണം എന്ന് ഖുർആൻ പറഞ്ഞത് അത് അവരുടെ ശരീരവും അവരുടെ മനസ്സും പ്രകൃതിപരമായി സ്ത്രീകൾക്ക് ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളുമാണ് എന്ന് നമ്മൾക്കറിയാം. ഏത് സമയത്തും അവളെ വശീകരിക്കാൻ ആഗ്രഹിക്കുന്ന മനസ്സിൽ, ഖുർആൻ പറഞ്ഞത് മനസ്സിൽ രോഗമുള്ള ആളുകൾക്ക് അത് പ്രതീക്ഷ നൽകുന്നൊരവസ്ഥ വരരുത് എന്നതുകൊണ്ട് അവർ മാന്യമായി സംസാരിക്കണം. അവർ പുരുഷന്മാരോട് സംസാരിക്കുമ്പോൾ പ്രത്യേകിച്ചും കരുതി സംസാരിക്കണം. അത് അവരുടെ ജീവിത സുരക്ഷയ്ക്ക് ആവശ്യമാണ് എന്നതുകൊണ്ടാണ്. ഇനി മറ്റൊരു കാര്യം, ഇവിടെ വസ്ത്രധാരണത്തിൻ്റെ കാര്യം പറഞ്ഞു. സ്ത്രീകൾ പുരുഷന്മാരെയും പുരുഷന്മാർ സ്ത്രീകളെയും വൈകാരികമായി നോക്കുന്നത് ഒരുപോലെ അല്ലാഹുതആല വിരോധിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ സ്ത്രീകൾ പുരുഷന്മാരെ നോക്കുന്നത് മാത്രമല്ല, പുരുഷന്മാർ സ്ത്രീകളെ നോക്കുന്നതും വിരോധിച്ചോ. ഇത് പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ടല്ലോ വേഷവിധാനം. എന്നാൽ പള്ളിയിൽ സ്ത്രീകൾക്ക് പോകുന്നത് പുണ്യകരമാണ് എന്ന് പറഞ്ഞു. ഈ പുണ്യകരമായത് കൊണ്ടാണ്, നമ്മളിതിൻ്റെ വിശദാംശം പിന്നെ പറയുന്നുണ്ടെങ്കിലും പുണ്യകരമായത് കൊണ്ടാണ് സഹാബ വനിതകൾ ഏറ്റവും ഉത്തമമായത് വീടിനകത്തിൻ്റെ ഏറ്റവും ഇരുട്ടുള്ള റൂമിലായിരുന്നെങ്കിൽ ഒരൊറ്റ സ്ത്രീയെയും സഹാബ വനിതകളെ പുറത്ത് കാണുമായിരുന്നില്ല. നേരെ മറിച്ച് റസൂലുള്ളാഹിന്റെ കാലത്ത് മിക്ക വക്തുകളിലും പള്ളികളിൽ സ്ത്രീകൾ ഉണ്ടായിരുന്നു. ഏറ്റവും ഉത്തമമായത് തിരഞ്ഞെടുത്തിരുന്ന സ്വഹാബ വനിതകളും ഏറ്റവും ഉത്തമമായത് അതായിരുന്നെങ്കിൽ തീർച്ചയായും ഒരാളും പള്ളിയിൽ വരുമായിരുന്നില്ല. നേരെ മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് കൂരിരുട്ടത്ത് സുബഹിക്കും ഇശാഇനും അവർ പള്ളിയിൽ വന്നു. ളുഹറും അസറും മഗ്രിബും ഇശാവും അടക്കം, മാത്രമല്ല എല്ലാ നമസ്കാരങ്ങൾക്കും അവർ പള്ളിയിൽ വന്നു. നമ്മളത് വിശദമായി സംസാരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് പിന്നെ ഇതിൽ സ്ത്രീകൾക്കുള്ള വ്യത്യാസം, ഭർത്താവ് മരിച്ചാൽ അവർ 4 മാസവും 10 ദിവസവും ഇദ്ദ ആചരിക്കണം എന്ന നിയമം, അത് സ്ത്രീക്ക് മാത്രമുള്ളതാണ്. അതിനെ സംബന്ധിച്ച് നമ്മളിതിൽ വിശദമായി സംസാരിക്കുന്നുണ്ട്. പിന്നീട് ത്വലാഖ് ചെയ്യപ്പെട്ട സ്ത്രീ ഇതുപോലെ 3 മാസം കാത്തിരിക്കണം. ഈ 3 മാസം സ്ത്രീ ത്വലാഖിൻ്റെ ഇദ്ദയുടെ ആചരണവുമായി കഴിഞ്ഞുകൂടണം. അതെന്ത് എന്ന് നമ്മൾ വിശദീകരിക്കുന്നു. പറഞ്ഞു വരുന്നത്, എണ്ണപ്പെട്ട ചില കാര്യങ്ങളല്ലാതെ സാക്ഷി നിൽക്കുന്ന കാര്യം, ഒരു പുരുഷന് പകരം 2 സ്ത്രീകൾ, അതിന് കാരണം ഖുർആൻ തന്നെ പറയുന്നുണ്ട്. ഈ ചില സംഗതികളല്ലാതെ പ്രത്യേകമായി സ്ത്രീകൾക്ക് മാത്രം ബുദ്ധിമുട്ടുള്ള ചില പ്രത്യേക നിയമങ്ങൾ ഇസ്ലാമിലില്ല എന്ന് മാത്രമല്ല, സാധാരണ ജീവിതം നയിക്കാൻ സാധിക്കുന്ന വിധം ആശ്വാസകരമായ മതമാണ്, സ്ത്രീകൾക്ക് സുരക്ഷിതത്വമുള്ള മതമാണ് ഇസ്ലാം എന്ന് ഈ നിയമങ്ങൾ പഠിച്ചാൽ മനസ്സിലാകും. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ വിശദാംശങ്ങൾ, സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഇതിൻ്റെ വിശദാംശങ്ങൾ നമ്മൾക്ക് പറയാവുന്നതാണ്. അല്ലാഹു തആല സത്യവിശ്വാസികളായി ജീവിച്ചു മരിക്കുന്ന ആളുകളിൽ നമ്മളെല്ലാവരെയും അവൻ ഉൾപ്പെടുത്തുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വസല്ലല്ലാഹു വസല്ലമ അലാ റസൂലിഹിൽ അമീൻ വആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.